ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് ലവ് വേൾഡിലേക്ക് സ്വാഗതം. നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് നാടൻ രീതിയിൽ ബീഫ് കറി വെക്കണത് എന്ന് നോക്കിയാലോ. ഞാൻ അതിനായി ഒരു 1/2 കിലോ ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് ഒരു അരമണിക്കൂർ അതൊന്ന് തിരുമ്മി വെക്കണം. മുളക് പൊടിയും ഉപ്പൊക്കെ കഷ്ണത്തിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണത്. ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, എങ്കിലും ഒന്നും കൂടി ഞാൻ പറയാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ. ഓക്കെ, ഞാൻ ഇതെല്ലാം ബീഫിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഓക്കെ, ഇതെല്ലാം ഞാൻ നന്നായി തിരുമ്മി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് എങ്കിലും ഇത് ഇങ്ങനെ പുരട്ടി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇതോടൊപ്പം നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനത് പറയാൻ മറന്നു പോയായിരുന്നു. കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാൻ പ്രത്യേകം ഓർക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഞാൻ കുക്കറിലല്ല ഉപയോഗിക്കുന്നത്, പാത്രത്തിലാണ് വെക്കുന്നത്. അപ്പം ഒരു 45 മിനിറ്റ് എങ്കിലും വേണ്ടി വരും. കുക്കറിലാണെങ്കിൽ നമുക്കൊരു 5 വിസിൽ, ചെറുതീയിൽ ഒരു 5 വിസിൽ വരുമ്പോഴത്തേക്ക് വാങ്ങാവുന്നതാണ്. ചെറുതീയിൽ വേവിക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തിട്ട് വേവിച്ചെടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ബീഫ് ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോവാം. കുറച്ച് വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവോള, 2 പച്ചമുളക് ഇത് ആഡ് ചെയ്ത് നന്നായിട്ട് ഒന്ന് വരട്ടിയെടുക്കാം. സവോളയും പച്ചമുളകും ചെറുതായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് നമുക്ക് അങ്ങോട്ട് ആഡ് ചെയ്യാം. നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. കഴുകി വൃത്തിയാക്കിയ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഓക്കെ, നമ്മുടെ സവോളയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്ക് ആഡ് ചെയ്യാം. എല്ലായിടത്തും സാധാരണ തക്കാളിക്ക് ഇടാറില്ല. ഇഷ്ടമുള്ളവർ തക്കാളിക്ക് ഇട്ടാൽ മതി. ഇനി തക്കാളിക്ക് ഇഷ്ടമില്ലാത്തവർ 1 സ്പൂൺ വിനാഗിരിയോ അല്ലെങ്കിൽ 1 സ്പൂൺ നാരങ്ങ നീരോ ആഡ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് തക്കാളിക്കാണ് ഇടുന്നത്. ഓക്കെ, നമ്മുടെ തക്കാളിക്ക് നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ പൊടികൾ ഒന്നും കൂടെ പറഞ്ഞു തരാം. നമ്മൾ ആദ്യമേ തന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മസാലയും ഒക്കെ ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മളിനി ഇടുമ്പോൾ ശ്രദ്ധിക്കുക. ഇപ്പം നമ്മളൊക്കെ ആദ്യം 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് നമ്മൾ കുറച്ചിപ്പോൾ ഇട്ടാൽ മതി. നമുക്കിനി കറിയെല്ലാം വെന്ത് കഴിഞ്ഞിട്ട് ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് ഉപ്പ് കൂടി നമുക്കിതിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. തീ കുറച്ച് വയ്ക്കുന്ന കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പൊടിയെല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ തീ ശരിക്കും കുറച്ച് വെച്ചിട്ട് വേണം ഇളക്കിയെടുക്കാൻ. നമ്മുടെ മസാല നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ഇട്ട് കൊടുക്കാം. ഇറച്ചി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി യോജിപ്പിച്ച് ഒരു 1.5 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് ആ വെള്ളം വറ്റുന്നോടം വരെ വെയിറ്റ് ചെയ്യണം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് വെള്ളം ആഡ് ചെയ്യേണ്ടത്. വെള്ളം ആഡ് ചെയ്യുമ്പോഴത്തേക്ക് തണുത്ത വെള്ളം ആഡ് ചെയ്യരുത്. തിളപ്പിച്ചാറിയ വെള്ളമാണ് അതിലേക്ക് ഒഴിക്കേണ്ടത്.
ഓക്കെ, നമ്മുടെ കറി ഏകദേശം പറ്റി വന്നിട്ടുണ്ട്. ഒരു മിനിറ്റും കൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാൻ, ഇളക്കി കൊടുക്കാം നല്ലപോലെ. ഓക്കെ, നമ്മുടെ കറി നന്നായി പറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വാങ്ങുന്നതിന് മുൻപ് ഇതിലേക്കൊരു ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് നോക്കുക, ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി ഇവിടെ റെഡിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബിന് തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇനിയും ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. താങ്ക്